അയച്ച റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ക് രഞ്ജൻ സർ ടു കോൾ മീ. ദർ ഷുഡ് ബി റാപ്പ് ബിറ്റ്വീൻ മ്യൂസിക് കമ്പോസർ ആൻഡ് സിംഗർ, നോട്ട് ബിറ്റ്വീൻ യു ആൻഡ് മീ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുള്ളി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു പേയ്മെന്റ് പറഞ്ഞു, അല്ലെങ്കിൽ റൈറ്റ്സ് വേണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. പേയ്മെന്റ് സംഭവിക്കും, റൈറ്റ്സ് എന്തായാലും സംഭവിക്കില്ല. കാരണം നമ്മുടെ പ്രൊഡ്യൂസറുടെയാണ് അതെ അതെ റൈറ്റ്സ്. കാരണം അദ്ദേഹം തന്നെയാണ് ഓഡിയോ റിലീസ് ചെയ്യുന്നത്. എന്നെ മ്യൂസിക് ഡയറക്ടർ മാത്രം വിളിക്കുന്നില്ല, മാളികപ്പുറത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു, റൈറ്റർ വിളിച്ചു, മ്യൂസിക് ഡയറക്ടർ മാത്രം വിളിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് എന്നോട് വിരോധം എന്നറിയില്ല എന്ന് സാറ് പറയുന്നു. അപ്പോൾ സാറ് എന്നിട്ട് പേയ്മെൻ്റ് ഒക്കെ പകുതി തിരിച്ചു കൊടുത്തു, എൻ്റെ ശിഷ്യന് വേണ്ടി ഞാൻ, അതായത് എത്ര മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും സ്നേഹത്തോടെ ഇരുന്ന വ്യക്തിയാണ്. പണ്ടത്തെ നമ്മൾ വന്ന സ്റ്റേജ് ആലോചിക്കുമ്പോൾ ഇത് വലിയ കാര്യമാണ്, പിന്നെ ദൈവാനുഗ്രഹമാണത്. താങ്ക്ഫുൾ ടു ഗോഡാണ്, അല്ലെങ്കിൽ ഓഡിയൻസിനോട്, എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ട ഓഡിയൻസിനോടുള്ള വലിയ ഒരു താങ്ക്സ് ആണ് ആ കാര്യത്തിൽ, ഭയങ്കര നന്ദിയാണ് അതിനുള്ളത്. പക്ഷേ ആസ് എ ഹ്യൂമൻ ഒരു സിനിമ കഴിഞ്ഞ് അടുത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള സ്പേസ് കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു മാർജിനിലൊന്നുമല്ല നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതും കൂടെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്പേഴ്സ് കൂട്ടുമ്പോഴായിരിക്കും നമ്മുടെ ഒരു സർവൈവലിനും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും സപ്പോർട്ടാവുന്നത്. അതും കൂടെ പെട്ടെന്നൊരു മ്യൂസിക് ചെയ്ത് അടുത്ത സിനിമയിൽ ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സിനിമയ്ക്ക് വേണ്ടി പെട്ടെന്ന് ചേഞ്ച് അടുത്ത സിനിമയിലേക്ക് കയറുമ്പോൾ നമ്മുടെ മെമ്മറി തന്നെ ഭയങ്കര പ്രശ്നമാവില്ലേ? മൈൻഡ് ഭയങ്കര പ്രശ്നമുണ്ട്. അത് എഫക്റ്റ് ആവുന്നത് ഫാമിലിയിലായിരിക്കും. ചിലപ്പോൾ ഈ ഫാമിലി പോയിട്ട് സ്പേസ് അവരോട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ ചിരിച്ച് കാണിച്ചാലും മൈൻഡിൽ കൂടെ വേറെ എന്തെങ്കിലും ആയിരിക്കും പോകുന്നത്. ഒരു ട്രാവൽ അടിക്കാൻ, ട്രിപ്പ് അടിക്കാന്ന് പറഞ്ഞാൽ എവിടേക്ക് പോയാലും ഈ ഭാരം കൊണ്ടേ ട്രിപ്പ് അടിക്കാൻ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ കാഴ്ചയിൽ മാത്രമേ, ഈ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസിൽ മാത്രമേ ചിരി ഉണ്ടാവുള്ളൂ. നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും. അതെന്തായാലും പ്രശ്നമാണ്. പക്ഷേ അവിടേക്ക് എത്താന്നുള്ളതാണ്, അതിനുവേണ്ടി നമ്മളിപ്പോൾ പണിയെടുക്കുന്നത്. അതെ അതെ അതെ, എനിക്കൊരു സിനിമ ചെയ്യാനുള്ള അതിലേക്ക് ഞാൻ ചെയ്യുള്ളൂ. അവിടേക്ക് എത്താനുള്ള പണിയെടുക്കലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ പണിയെടുത്തേ പറ്റൂ. അത് ഇപ്പോൾ തീർച്ചയായിട്ടും പണിയെടുത്തേ പറ്റുള്ളൂ. അല്ല, അതൊരു വലിയൊരു ഘടകമാണല്ലോ. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. അതാണ് എനിക്കറിയാം. അതാ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ആരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ഞാൻ വളരെ കുറ്റമായിട്ട് പറയുന്നൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യേണ്ട പോലെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ നമുക്ക് സപ്പോർട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടേക്ക് ഈ സിനിമ ചൂസ് ചെയ്ത് സിനിമയിൽ വന്ന ആൾക്കാരെ തേടി കണ്ടുപിടിച്ച് ഡയറക്ടേഴ്സിനെ കണ്ടിട്ട് ഇവിടെ എത്തിയത് നമ്മുടെ ഒരു അധ്വാനമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സിനിമാ സംഗീത സംവിധായകനായേ പറ്റൂന്ന് ആരും ചിന്തിച്ചിട്ടില്ല. ഞാൻ മാത്രമേ അത് ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ളിൽ സർവൈവ് ചെയ്യണമല്ലോ. ഈ മനസ്സിൽ വിഷമം ഉണ്ടായ പല മുഹൂർത്തങ്ങളും എം ജി ശ്രീകുമാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. തീർച്ചയായിട്ടും എം ജി ശ്രീകുമാർ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചിന്തിച്ചു? നന്നായി ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ഗുരുവാണല്ലോ. സ്റ്റാർ സിംഗറിൽ ഞാൻ പാടാൻ പോകുമ്പോൾ എം ജി സാറും ശരത് സാറും ഉഷാ ദീദിയും, ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലോ അല്ല ടി വിയിൽ മാത്രം കണ്ട 3 വ്യക്തികൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു എൻ്റെ പാട്ട് ജഡ്ജ് ചെയ്യണം. ശ്രീകുമാർ സാർ വളരെ ക്ലോസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു പരിപാടിക്ക്, അദ്ദേഹത്തിൻ്റെ പരിപാടി, ഞാൻ അദ്ദേഹം കൂടെ നിലാവിൻ്റെ നീലഭസ്മം ആ സോങ് ഏതോ പാടി. എൻ്റെ ശിഷ്യനാണെന്ന് എല്ലായിടത്തും സാറ് പറയാറുണ്ട്. ഞാൻ ആദ്യമായി ചെയ്ത സിനിമ, ജോസഫിനോടൊപ്പം ഇറങ്ങിയ സിനിമയാണ് നിത്യഹരിത നായകൻ. എനിക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് കിട്ടിയ പടമാണ്. ആ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു പ്ലേ ബാക്ക് സിംഗർ ഞാൻ പാടിപ്പിക്കുന്നത് എം ജി സാറിനെയും സുജാത ചേച്ചിയും കൂടെയാണ്. അപ്പോൾ സാറ് എന്നിട്ട് പേയ്മെൻ്റ് ഒക്കെ പകുതി തിരിച്ചു കൊടുത്തു, എൻ്റെ ശിഷ്യന് വേണ്ടി ഞാൻ, അതായത് എത്ര മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും സ്നേഹത്തോടെ ഇരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പോസ്റ്റ് അല്ല ഇട്ടത്, അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിട്ടുണ്ട്. അത് വളരെ തെറ്റിദ്ധാരണയുടെ പുറത്ത് മാത്രം ഉണ്ടായ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എന്താ പറയുക, അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പടത്തിന് വേണ്ടി അദ്ദേഹത്തെ കമ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തെ വിളിച്ചു, പാട്ട് അയച്ചു കൊടുത്തു. എന്നിട്ടാണ് എന്നോട് തന്നെ ഈ ഡയറക്ടർ പറയുന്നത്, ഞാൻ എം ജിക്ക് പാട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, നീ ഒന്ന് രഞ്ജിനൊന്ന് ഡീൽ ചെയ്തേക്കാണ്. ഞാൻ അപ്പോൾ തന്നെ സാറിന് മെസ്സേജ് അയച്ചു, സാർ ഈ പാട്ട് അയച്ചു തന്നു എന്ന് പറഞ്ഞു. സാറിന് പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ട്, എപ്പോഴാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. ഞാൻ എന്തുകൊണ്ട് വോയിസ് നോട്ട് അയക്കണമെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഡയറക്റ്റ്ലി വിളിക്കാൻ ഞാൻ ആയോ എന്നുള്ള ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജിലൂടെ അവരുടെ തിരക്കറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. അതിൽ മേലുള്ള ചിന്തയൊന്നും എനിക്ക്, ഈഗോ ഒന്നും എനിക്കില്ല. ഈഗോ വയ്ക്കാൻ ഞാൻ ആരും അല്ല അദ്ദേഹത്തിന് വേണ്ടി. വോയിസ് നോട്ട് അയച്ചാൽ പുള്ളി പറയുകയും ചെയ്തു, നമുക്ക് 15-ാം തീയതി റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 14-ാം തീയതി അഗൈൻ ഞാൻ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് റെക്കോർഡ് ചെയ്യാം? അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് 15-ാം തീയതി രാവിലെ വീണ്ടും ഞാൻ മെസ്സേജ് അയക്കുന്നു, റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഡയറക്ടറുടെ ഒരു സ്ക്രീൻഷോട്ട്, ഈ പറഞ്ഞ ഡയറക്ടർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു. ഡയറക്ടർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് എം ജി സാറിനെ. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അതൊരു മുഷിപ്പായിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അപ്പോൾ അയച്ച റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ക് രഞ്ജൻ സർ ടു കോൾ മീ.
അത് ഒരു കളിയാക്കലാണ്. എന്നെ സാറ് പറയുന്നത് കളിയാക്കലാണ്. ആസ്ക് രഞ്ജൻ സാർ ടു കോൾ മീ, there should be a rapport between music composer and singer, not between you and me, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുള്ളി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി പോയി. കാരണം പുള്ളിക്ക് വിഷമമായതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഞാൻ കാരണം അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എം ജി സാറിന് മാത്രമൊന്നുമല്ല, നമ്മൾ കണ്ടിട്ട് ഇത്രയും കാറ്റഗറിയിലുള്ള നമ്മൾ ദൈവങ്ങളെ പോലെ നമ്മുടെ ചൈൽഡ്ഹുഡിനെ മനോഹരമായി, അല്ലെങ്കിൽ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവാൻ കാരണം ചിലപ്പോൾ ഇവരുടെ പാട്ടിലായിരിക്കും. അപ്പോൾ ഈ എന്നെ ജഡ്ജ് ചെയ്തതൊക്കെ പോട്ടെ, ഇവരൊന്നും ലെജൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവര് എന്നെ ഒരു വേറെ രീതിയിൽ കണ്ടുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. അപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പോൾ തന്നെ തുരുതുരാ വിളിയായിരുന്നു. എടുത്തില്ല, പുള്ളി എടുത്തതേ ഇല്ല. അങ്ങനെ ആ പരിപാടി ഒന്നും പറയാതെ തന്നെ അൺസോൾവ്ഡ് ആയിട്ട് അവസാനം പോയി. അത് കഴിഞ്ഞ് മാളികപ്പുറം സമയത്ത് അഭിലാഷ് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു രഞ്ജന മ്യൂസിക് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്കൊരു വിഷമായി പോയി. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, സാർ എനിക്ക് മനസ്സിലാവുന്നില്ല, വേണ്ടി ഈ കഥ ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഇങ്ങനെയാണ് സംഭവിച്ചത്. അത് അദ്ദേഹം ആ ഡയറക്ടർ വിളിച്ച് സംസാരിച്ച എൻ്റെ പ്രശ്നമായിരിക്കാം സാറിന്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഞാൻ ചെയ്ത ഒരു ഇഷ്യൂ, എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞിട്ട് വളരെ ബെഗ് ചെയ്ത് ഞാൻ. കാരണം നമുക്ക് ചെയ്ത തെറ്റായത് കൊണ്ടല്ല ബെഗ് ചെയ്യുന്നത്, പുള്ളിക്ക് കൊടുക്കേണ്ട സ്ഥാനം അതാണ്. ഞാൻ അങ്ങനെ തന്നെ റിപ്ലൈ വളരെ ഭവ്യതയോടെ മെസ്സേജ് അയച്ചു. എല്ലാം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു പാടാം എന്ന് പറഞ്ഞു. പാടാം എന്ന് പറഞ്ഞ സിനിമ റിലീസാവാൻ 8-10 ദിവസമേ ഉള്ളൂ കേട്ടോ. ആ സമയത്താണ് അപ്പോഴാണ് ഈ അഭിലാഷിനും പെട്ടെന്ന് തോന്നിയത് അദ്ദേഹം പാടി എങ്ങനെ നങ്ങേലി പൂവി എന്ന് പറഞ്ഞ പാട്ട്, ഞാൻ പാടിയ പാട്ട്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ടായിരുന്നില്ല നാട്ടിൽ. എനിക്കൊന്ന് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്തോ സംതിങ് ഖത്തറിലോ എന്തോ സംഭവിച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി ഒരു പേയ്മെന്റ് പറഞ്ഞു, അല്ലെങ്കിൽ റൈറ്റ്സ് വേണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. പേയ്മെന്റ് സംഭവിക്കും, റൈറ്റ്സ് എന്തായാലും സംഭവിക്കില്ല. കാരണം നമ്മുടെ പ്രൊഡ്യൂസറുടെയാണ് റൈറ്റ്സ്, കാരണം അദ്ദേഹം തന്നെയാണ് ഓഡിയോ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറെ വിളിച്ചാൽ കിട്ടുന്നില്ല, സാറ് പാടിയാൽ തന്നെ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ പരാതി ഒന്നും പറയില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സാർ കട്ട് ചെയ്തു. അപ്പോൾ ആ പാട്ട് പിറ്റേ ദിവസം ഞാൻ തന്നെ പാടി. നങ്ങേലി പൂവി ആ പാട്ട് വളരെ സൂപ്പർ ഹിറ്റായി മാറി. അദ്ദേഹം പാടിയും ചിലപ്പോൾ ഇതിലും മേലെ പോയെന്ന് തന്നെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം ആ പാട്ട് എം ജി സാറിൻ്റെ ശബ്ദത്തിൽ വന്ന അത് മലയാളികൾക്കൊരു ട്രീറ്റ് ആയേനെ, ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയും. അപ്പോൾ അത് സംഭവിച്ചില്ല. അത് എൻ്റെ ഒരു നിർഭാഗ്യമായിട്ടാണ് അദ്ദേഹത്തെ പാടിപ്പിക്കാൻ പറ്റാതെ ഞാൻ കാണുന്നത്, നങ്ങേലി പൂവി എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ അങ്ങനെ അതും പോയി. പിന്നെ ഞാൻ കാണുന്നത് ഈ വീഡിയോയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞു, എന്നെ മ്യൂസിക് ഡയറക്ടർ മാത്രം വിളിക്കുന്നില്ല, മാളികപ്പുറത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു, റൈറ്റർ വിളിച്ചു, മ്യൂസിക് ഡയറക്ടർ മാത്രം വിളിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് എന്നോട് വിരോധം എന്നറിയില്ല എന്ന് സാറ് പറയുന്നു. അപ്പോൾ അത് എനിക്ക് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് എല്ലാവരും പറഞ്ഞു അതിനെപ്പറ്റിയൊന്നും പറയരുതെന്ന് പറഞ്ഞു. കൃത്യസ്ഥലത്ത് പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിനകത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ വിളിച്ചില്ല. ഇത് ആക്ച്വലി ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ, ഹൈദരലിക്ക് അടുത്ത് ഇത് ആക്ച്വലി ഇതിന്റെ റിയാലിറ്റി സാറെങ്കിലും അറിയട്ടെ എന്നുള്ള ഉദ്ദേശം കൊടുക്കണേ. അല്ല എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി അത്രയും ഒരു ഈഗോ വെക്കേണ്ട ഒരാളല്ല. എന്നെ പോലും നിസ്സാരനായ ഒരാളോട് ഒരിക്കലും വെക്കേണ്ട കാര്യം ഒരാളുമല്ല. ഈഗോടെ അല്ലാതെ സാറിന് എന്തോ ഒരു ഹേർട്ടായി, എന്തോ എൻ്റെ പെരുമാറ്റം അത് വെറും തെറ്റിദ്ധാരണ ആയിരുന്നു എന്ന് ഒന്നും കൂടെ ഉറപ്പിക്കാനാണ് ഞാൻ. അല്ല, അതിനകത്ത് പറയുന്നത് നമ്മളൊരു ബഹുമാനത്തോടെ അദ്ദേഹത്തിന് വല്ല ബിസിയാണ്, മെസ്സേജാണ് നമ്മൾ അയക്കുന്നത്. കാരണം അദ്ദേഹത്തിന് നേരിട്ട് വിളിക്കാനായിട്ടില്ല. അതൊരു വലിയ പോയിന്റ് ആണ്. അത്രയും നേരിട്ട് ഞാൻ നേരിട്ട് എം ജി സാറിന് വിളിക്കാറായിട്ടില്ല എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ചേച്ചി ഞാൻ ഡയറക്റ്റ്ലി വിളിക്കില്ല, ചേച്ചിക്ക് മെസ്സേജിന് ആദ്യം അയക്കുള്ളൂ. ചേച്ചി റിപ്ലൈ തന്നാൽ മനസ്സിലാക്കാം, ഓക്കെ ചേച്ചി കംഫർട്ടാണ്, ചേച്ചി വിളിച്ചോട്ടെ ചോദിച്ചിട്ട് ഞാൻ വിളിക്കുമായിരിക്കാം. അത് അവരുള്ള ബഹുമാനമാണ്, അല്ലാതെ വിളിക്കാതിരിക്കുന്നതല്ല. അത്രയ്ക്ക് ഞാൻ ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ശേഷം പിന്നീട് നിങ്ങൾ സംസാരം വല്ലതും ഇല്ല, സംസാരിച്ചില്ല. പിന്നെ നിങ്ങൾ കണ്ടുമുട്ടേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല.